ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ അമ്മുമ്മ കല്യാണിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. കല്യാണി അമ്മുമ്മനെ കാണുന്നതും കെട്ടിപ്പിടിച്ച് കരയാട്ടോ. അമ്മുമ്മേ അമ്മ അമ്മ എന്ന് പറഞ്ഞിങ്ങനെ കരയുന്നുണ്ട്. ആ ശബ്ദം കേട്ട് നമ്മുടെ പ്രകാശം വരുന്നുണ്ട്. പ്രകാശം നോക്കുമ്പോഴേക്കും അമ്മുമ്മയും കല്യാണിയും കെട്ടിപ്പിടിച്ചിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. കല്യാണിയുടെ അമ്മുമ്മ പറയുന്നുണ്ട്, മോള് എന്തിനാ മോള് കരയണത്? മോള് കാരണം മോളുടെ അമ്മക്ക് വിഷമമില്ലേ? മോളുടെ അമ്മ എവിടെയും പോയിട്ടില്ല, മോളുടെ അമ്മ മോളുടെ കൂടെ തന്നെയുണ്ട്. എന്നാലും എന്റെ അമ്മ ഇത്ര പാവമായിട്ടും എന്റെ അമ്മ പോയല്ലോ അമ്മുമ്മ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്ത് പാവമായിരുന്നു എന്റെ അമ്മ, ആരെയും ദ്രോഹിച്ചിട്ടോ ആരെയും വേദനിപ്പിച്ചിട്ടോ ഒന്നുമില്ല. എന്നിട്ട് എന്റെ അമ്മക്ക് ഈ അവസ്ഥ വന്നല്ലോ അമ്മമ്മ എന്നൊക്കെ പറയുമ്പോഴേക്കും അമ്മമ്മ പറയണ്ട്, അതെങ്ങനെയാ മോളെ, മോള് കേട്ടില്ലേ? ദുഷ്ടന്മാരെ പന പോലെ വളർത്തും, ഒരുപാട് ആയുസ് കൊടുക്കും, പാവങ്ങളുടെയും ഇഷ്ടപ്പെട്ടവരുടെ ആയുസ് പെട്ടെന്ന് ദൈവം എടുക്കുന്നു. അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഈ അമ്മുമ്മയുടെ ജീവനത്തോടെ ദീപയുടെ ജീവൻ ദൈവത്തിന് തിരിച്ചു തരായിരുന്നല്ലോ. ഞാനും അതുപോലെ തന്നെ ഈ നിൽക്കുന്ന നിന്റെ അച്ഛൻ പ്രകാശനും വിക്രവും ജയിലിൽ കിടക്കുന്ന രാഹുലും മനോഹർ, അവരൊക്കെ എത്രമാത്രം തെറ്റുകൾ ചെയ്ത നമ്മളെയൊക്കെ ഇപ്പോഴും ജീവനോടെ വെച്ചേക്കണത് കണ്ടില്ലേ? പക്ഷെ ആർക്കും ഒരു ദ്രോഹം ചെയ്ത് ദീപനെ കൊണ്ടുപോയില്ലേ? അതൊക്കെയുള്ളൂ ജീവിതം. മോളിങ്ങനെ വിഷമിക്കല്ലേ. എന്റെ മനസ്സ് പറയുന്നു ദീപ നിന്റെ കൂടെ തന്നെയുണ്ട്. നിന്നെ വിട്ടുപോകാൻ ദീപക്ക് ആവില്ല. പക്ഷെ നീ ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ അവക്ക് വിഷമാവില്ലേ മോളെ എന്നൊക്കെ പറയാണ്. ദിവസം ഇപ്പൊ ഇത്രയും കഴിഞ്ഞില്ലേ, മോളുടെ വിഷമം മാറിയിട്ടില്ലെന്ന് അമ്മമ്മക്ക് അറിയായിരുന്നു. മോളെ നോക്കാൻ പോലും അമ്മക്ക് വയ്യായിരുന്നു. പിന്നെ പ്രഷർ കയറി ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അതാ ഞാൻ വരാതിരുന്നത്. ഇനി 2 ദിവസം മോളുടെ കൂടെ നിന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് അമ്മമ്മ പറയുന്നുണ്ട്. പ്രകാശം പറഞ്ഞ അമ്മേ അത് നന്നായി, കല്യാണി മോൾക്ക് ഒരു ആശ്വാസമാകും. ഇപ്പൊ ആരൊക്കെ എന്തൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും പിന്നെ അവളുടെ അമ്മ അവളുടെ കൂടെ ഇല്ലല്ലോ. അമ്മക്കൊരു കാര്യം അറിയാവോ? ദീപേന എന്റെ മുമ്പ് വെച്ചിട്ടാണമ്മേ ആ ഗംഗപ്രസാദ് കുത്തിയത്. എനിക്കത് കണ്ടു നിൽക്കാനല്ലേ സാധിച്ചുള്ളൂ, ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ദീപക്ക് വേണ്ടി ഇതുവരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അമ്മേ. അതിന്റെ ഒരു വിഷമം എനിക്ക്. പാവം, അവൾ ഒരുപാട് സന്തോഷത്തിലായിരുന്നു. ഞാൻ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയില്ലേ, കല്യാണിനെ സ്നേഹിക്കാൻ തുടങ്ങിയില്ലേ, അവസാന ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ചാണമ്മേ. അവസാനത്തെ ആഴ്ചകളിലൊക്കെ ഞാനും ദീപയും ഇതുവരെ സ്നേഹിക്കാത്ത തരത്തിൽ സ്നേഹിച്ചുകൊണ്ടിരുന്നത്. ചിലപ്പോ ദൈവങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണില്ലായിരിക്കും, എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടാതിരിക്കാനായിട്ടായിരിക്കും ദൈവം എന്റെ അടുത്ത് നിന്ന് ദീപനെ കൊണ്ടുപോയത്. അങ്ങനെ ഞാൻ സന്തോഷിക്കേണ്ടെന്ന് വെച്ചിട്ടായിരിക്കും. പാവം, എനിക്ക് അവളുടെ മുഖം മറക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ എത്രമാത്രം ദ്രോഹമാണ് അവളോട് ചെയ്തത്, അതൊക്കെ ഇപ്പൊ മനസ്സിൽ ഇങ്ങനെ വരികയാണ് എന്ന് പറയാണ്. അപ്പൊ അമ്മ പറയണ്ട്, നിന്റെ അവസ്ഥ അതല്ലേ പ്രകാശ, എന്റെ അവസ്ഥ അത് തന്നെയാണ്. എനിക്ക് എപ്പോഴും ദീപയുടെ കുറിച്ചുള്ള വിചാരം മാത്രമേ ഉള്ളൂ. ചിരിച്ചുകൊണ്ടിരിക്കുന്ന അവളുടെ മുഖം മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയ പ്രകാശ, നമ്മുടെയൊക്കെ മനസ്സിൽ അത്രമാത്രം ദീപയുടെ മുഖം തെളിയുന്നുണ്ടെങ്കിൽ കല്യാണി മോളുടെ അവസ്ഥ എന്തായിരിക്കും നീ ആലോചിച്ച് നോക്കിയേ. അതെ അമ്മേ, പാവം എന്റെ കല്യാണി മോള് ഇതുവരെ ദീപം വിളിച്ചിട്ട് ഇതുവരെ മനസ്സമാധാനത്തോടെ അവൾ ഉറങ്ങിയിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല, എപ്പോഴും കരച്ചിലാണമ്മേ. എന്റെ മോളുടെ കോലം അമ്മ കണ്ടില്ലേ? ശരിയാ മോളെ, നീ ഒന്ന് കിരൺ മോനെ കുറിച്ച് ആലോചിക്ക്. നിനക്കൊരു മോനില്ലേ, ആ കല്ലുമോൻ, അവനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ടോ? അവർക്കൊക്കെ നീയേ ഉള്ളൂ, നീ ഇങ്ങനെ തളരല്ലേ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അമ്മമ്മ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. കല്യാണി അടുത്ത് കല്യാണിയും ഒന്ന് ചെറുതായിട്ടൊന്ന് തണുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതേസമയം രാത്രി ആകുമ്പോഴേക്കും കിരണും കല്യാണിയും കൂടി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് കല്യാണി പെട്ടെന്ന് എന്തോ ഒരു സ്വപ്നം കാണും കേട്ടോ. ഗംഗപ്രസാദ് എവിടെയോ വെള്ളത്തിൽ നിങ്ങൾ ഒഴുകി എവിടെയോ പോണതും രക്ഷപ്പെടുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു സ്വപ്നം കല്യാണി കാണാണ്. കല്യാണി ചാടി എഴുന്നേക്കാണ്. പെട്ടെന്ന് തന്നെ കിരൺ എഴുന്നേക്കുന്നുണ്ട്. എന്താ കല്യാണി, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോ കിരണേട്ടാ, ഗംഗപ്രസാദിനെ കുറിച്ച് അതിന് സ്വപ്നം കണ്ടോ? അതെ, അവൻ മരിച്ചിട്ടില്ല കിരണേട്ടാ, അവൻ ജീവനോടെ ഉണ്ട്, എനിക്ക് ഉറപ്പാണ്. എന്റെ കല്യാണി, അത് നിന്റെ തോന്നലാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരാളായിരുന്നല്ലോ ഗംഗപ്രസാദ്, നിന്റെ അമ്മയുടെ മരണത്തിന് കാരണക്കാരനായവൻ. അപ്പൊ അതുകൊണ്ട് അവൻ മരിച്ചത് നീ നേരിട്ട് കാണാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത്. ഷോ, നിനക്ക് ഇപ്പൊ ഇത്രയും സംശയം ഉണ്ടെങ്കിൽ ഞാൻ അവനെ ജഡം കണക്ക് നിന്നെങ്കിലും കാണിച്ചിട്ടെങ്കിൽ ഞാൻ കൊല്ലുള്ളായിരുന്നു. കല്യാണി, അവൻ മരിച്ചു അല്ല കിരണേട്ടൻ അവൻ മരിക്കലൊന്നും കണ്ടില്ലല്ലോ, അവൻ ഇടിച്ച് കൊക്കയിലേക്ക് എറിഞ്ഞല്ലേ ഉള്ളൂ. അതെ, അവന് കുറച്ചു ജീവനുണ്ടായുള്ളൂ. ഞാൻ കൊക്കയിലേക്ക് എറിയുമ്പോ അവന്റെ ബാക്കി ജീവനും കൂടി പോവും. അഥവാ പോയില്ലെങ്കിൽ വന്യമൃഗങ്ങൾ തിന്നോളും കല്യാണി, അവിടെ വേറെ ആരുമില്ല. അത്രമാത്രം വന്യമൃഗങ്ങൾ താഴ്വാരത്തുള്ളതെന്ന് പറയുമ്പോഴേക്കും എനിക്കെന്തോ മനസ്സ് പറയാ കിരണേട്ടാ, അവൻ മരിച്ചിട്ടില്ല, അവൻ ജീവനോടെ ഉണ്ടെന്ന്. കല്യാണി, അങ്ങനൊന്നുമില്ല, അവൻ മരിച്ചു. ഗംഗപ്രസാദ് മരിച്ചിട്ട് ഇന്നത്തേക്ക് 3 ദിവസമായി, നീ അത് മനസ്സിലാക്ക് എന്ന് പറയണം. ഇല്ല, എനിക്ക് ഉറപ്പുണ്ട്, എന്റെ മനസ്സിൽ അത് അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കിരണേട്ടൻ അവൻ മരിച്ചു എന്ന് പറഞ്ഞ ദിവസം എനിക്ക് സന്തോഷമായെങ്കിലും എന്റെ മനസ്സിൽ അപ്പോഴൊരു സംശയം ഉണ്ടായിരുന്നു, അവൻ വരുമോന്ന്. കാരണം കിരണേട്ടന് ഓർമ്മയില്ലേ, ലക്ഷ്മിയമ്മയും കാർത്തിക ചേച്ചിയൊക്കെ പറഞ്ഞത് തമിഴ്നാട്ടിൽ വെച്ചിട്ടും അവൻ ഇതുപോലെ ഒരുപാട് പ്രാവശ്യം മരിച്ചു എന്ന് വരെ ന്യൂസും പത്രത്തിലും ടിവിയിലൊക്കെ ന്യൂസ് വരെ വന്നിരുന്നു. എന്നിട്ടും അവൻ ജീവനോടെ വന്നില്ലേ? അതുപോലെ തന്നെ അവൻ ചിലപ്പോ ജീവനോടെ വന്നാലോ? എന്റെ കല്യാണി, ജീവനോടെ വരികയാണെങ്കിൽ നമുക്ക് അപ്പ നോക്കാം. അഥവാ എന്നിട്ടും അവൻ ആയുസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവൻ ജീവനോടെ വരട്ടെ, അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ അപ്പൊ തീരുമാനിക്കാം. നീ ഇപ്പൊ സമാധാനമായിട്ടൊന്ന് കിടന്നുറങ്ങ കല്യാണി എന്നൊക്കെ കിരൺ പറയുന്നുണ്ട്. അങ്ങനെ കല്യാണി അതിനെ കുറിച്ച് ആലോചിച്ചടിച്ച് അങ്ങനെ കിടന്നുറങ്ങുകയാണ്. പക്ഷെ കല്യാണിന്റെ മനസ്സിൽ അപ്പോഴും എപ്പോഴും ഒരു വിചാരമേ ഉള്ളൂ,
ഗംഗപ്രസാദ് മരിച്ചിട്ടില്ല, അവൻ ജീവനോടെ ഉണ്ട് എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം തന്നെയാണ് കേട്ടോ അപ്പോഴും കല്യാണിയുടെ മനസ്സിൽ. അതേസമയം കല്യാണി വിചാരിച്ച പോലെ തന്നെ നടക്കാണ്. ഗംഗപ്രസാദ് മരിച്ചിട്ടൊന്നും കേട്ടോ, അയാള് ജീവനോടെ ഉണ്ട്. ആ പുഴയിൽ നിന്ന് ഇങ്ങനെ ഒഴുകി ഗംഗപ്രസാദ് ഇങ്ങനെ ശവം കണക്ക് ജഡം കണക്കിന് ഒഴുകി 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 പോയത് കാണിച്ചില്ലേ, അങ്ങനെ പോയി ഒഴുകി അടിഞ്ഞുകൂടിയത് ഒരു മരത്തിന്റെ ചില്ലയില്, അതായത് താഴത്തെ ഒരു മരത്തിന്റെ വേരിന്റെ സൈഡിലാണ്. അവിടെ കിടക്കായിരുന്നു ഗംഗപ്രസാദ്, ചെറിയൊരു ജീവൻ ബാക്കിയുണ്ട്. അങ്ങനെ ആ ഒരു കാട്ടില് കുറച്ച് ഒരു മൂപ്പനുണ്ട്, കുറച്ച് ആൾക്കാരും ഉണ്ട്, പുറം ലോകത്തെ കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാര്. അപ്പൊ അതിലൊരാളാണ് ഗംഗപ്രസാദിനെ കാണുന്നത്. ശേഷം മൂപ്പനോട് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരാളുടെ ശവം ഇങ്ങനെ നമ്മുടെ പുഴയിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ടെന്ന് പറയുമ്പോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് മൂപ്പൻ പറയാണ്. കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൃഗങ്ങളാണ് അത് സാധാരണ തിന്നാറ്, അല്ലെങ്കിൽ ഇങ്ങനെ വരാറൊന്നുമില്ല. അപ്പൊ ശവം തന്നെയാണോ നീ നോക്കിയോ ചോദിക്കുമ്പോ അതെ, മരിച്ച ഒരാളുടെ ബോഡി തന്നെയാണെന്ന് പറയണം. അങ്ങനെ മൂപ്പൻ വന്നിങ്ങനെ നരമ്പൊക്കെ വെയിൻസ് ഒക്കെ പിടിച്ചു നോക്കുമ്പോഴേക്കും ശരിയാണ്, എന്തോ ഒരു ചെറിയൊരു ജീവന്റെ തുടിപ്പ് അവശേഷിക്കുന്ന മൂപ്പനും തോന്നാണ്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ചികിത്സയാണ്, ഗംഗപ്രസാദ് തിരിച്ചു വരാനുള്ള ചികിത്സ. അങ്ങനെ വൈദ്യശാസ്ത്രം ജയിച്ചു. ഗംഗപ്രസാദ് വീണ്ടും പഴയ പോലെ തന്നെ പഴയതിലും ആരോഗ്യവാനായിട്ട് തിരിച്ചു വരുവാണ്. പക്ഷെ പെട്ടെന്നൊന്നും തിരിച്ചു വരവ് ഉണ്ടാവില്ല. ഒരു കാർത്തികയുടെ കല്യാണം ആ ഒരു സമയം കഴിഞ്ഞിട്ടൊക്കെ ഗംഗപ്രസാദ് വരുള്ളൂ, അത് ഉറപ്പാണ്. കാരണം എന്തിനു പെട്ടെന്ന് ആൾക്ക് എഴുന്നേറ്റ് നടക്കാനും സാധിക്കൊന്നുമില്ല, കാരണം അമ്മാതിരി ഇടിയാണ് കീഴടിച്ചേക്കണം. അപ്പൊ അതുകൊണ്ട് പെട്ടെന്നൊന്നും വരില്ല. എന്തായാലും കാർത്തികയുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 1.5 മാസം കഴിയുമ്പോ ഗംഗപ്രസാദിന്റെ ഒരു റീ എൻട്രി ഉണ്ട്. കല്യാണിക്ക് അപ്പോഴും ഒരു സംശയം ഉണ്ടോ, ഇയാൾ ജീവനോടെ ഉണ്ട്. അപ്പൊ കല്യാണി പറയുന്നുണ്ട് കിരണോട്, കിരണേട്ടൻ അന്ന് അടിച്ചിട്ട കാടുണ്ടല്ലോ നമ്മുടെ ഗംഗപ്രസാദിനെ കൊന്നു എന്ന് പറഞ്ഞ കാട്, ആ കാട്ടിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ആ കാടിന്റെ അടുത്ത് എവിടെയെങ്കിലൊക്കെ ചിലപ്പോൾ നമ്മൾ ഈ മൂപ്പന്മാരോ ആദിവാസികളോ ഒക്കെ കൂട് കൂട്ടിയേക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ അവിടെ എങ്ങാനും അവൻ പെട്ടിട്ടുണ്ടെങ്കിലോ, അല്ല അവനെ ശവമായിട്ടാണെങ്കിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലോ അത് അന്വേഷിക്കാമെങ്കിൽ നല്ലതല്ലേ കിരണേട്ടാ എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് വട്ടാണോ കല്യാണി, അത് വലിയ കാടാണ്, നമ്മൾ പോയിക്കുന്ന ജീവനോട് വരുമോന്ന് പോലും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണിനെ സമാധാനിപ്പിക്കുമ്പോൾ കല്യാണി ഇല്ല, ഞാൻ എന്തായാലും പോയി അന്വേഷിക്കും, അവൻ അവിടെ ഉണ്ടെന്ന് ഉറപ്പാണെന്നൊക്കെ പറയണം. അങ്ങനെ കല്യാണിയുടെ നിർബന്ധത്തിൽ കിരണും പോലീസുകാരൊക്കെ ഇത് അന്വേഷിക്കാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. പക്ഷെ വേറൊരു സംഭവം എന്താന്ന് വെച്ചാൽ കല്യാണിയും അങ്ങനെ സംഘവും അവിടെ അന്വേഷിച്ചു പോകുമ്പോ ഗംഗപ്രസാദ് ആ സമയത്തായിരിക്കും പുറത്തേക്ക് കടക്കുന്നത്. അപ്പൊ അവിടെ എത്തുമ്പോഴേക്കും അവർക്ക് മനസ്സിലാവുന്നത് ഗംഗപ്രസാദ് ജീവനോടെ ഉണ്ടെന്ന്. എന്തായാലും നമുക്ക് അങ്ങനെ തന്നെ ആയിരിക്കും സംഭവിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കേട്ടോ. എന്നാലും ഗംഗപ്രസാദ് ജീവനോടെ ഉണ്ട്. ആ ഒരു ഭാഗം തന്നെയാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ കിടക്കുകയാണ് ഗംഗപ്രസാദ്, അതിനെ കണ്ടിട്ട് ഒരാൾ ഇങ്ങനെ ഓടി പോകുന്നുണ്ട്. കല്യാണി സ്വപ്നവും കാണുന്നുണ്ട് ഗംഗപ്രസാദ് ജീവനോടെയുള്ള. അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും ഗംഗപ്രസാദ് ജീവനോടെ ഉണ്ട്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.